ഇത് വെള്ളിമല ഗ്രാമം. വെള്ളിമല ഉണ്ടായ കാലം മുതൽ ഇവിടെ പ്രളയങ്ങളും ഉണ്ടായിരുന്നു. ഈ ദുരിതങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ കൂടിയാണ് ഇവിടെ ഒരു ഡാം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ ഇടയ്ക്കാ നീക്കം അട്ടിമറിക്കപ്പെട്ടു. അതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭം തുടങ്ങി. ഒരു ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്ന പോരാട്ടത്തിലൂടെയാണ് വെള്ളിമല ഡാം യാഥാർത്ഥ്യമായത്. ഇന്ന് നമ്മുടെ വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്നതിൽ ഒരു പങ്ക് ഈ ഡാമിനുമുണ്ട്. ഈ ഡാം കൊണ്ടുള്ള മറ്റൊരു ഉപകാരം, ഇവിടുത്തെ നാട്ടുകാർക്ക് അത്യാവശ്യത്തിനൊന്ന് ചാടിച്ചാകാനുള്ള ആശ്രയസ്ഥാനവും ഈ ഡാമുണ്ട്. അഗാധമായ അടിയൊഴുക്കും പാറയിടുക്കുകളും നിറഞ്ഞ റിസർവോയറിൽ നിന്നും 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് മൃതശരീരങ്ങൾ കിട്ടാറുള്ളൂ. ചിലരെ കിട്ടാതിരുന്നിട്ടുമുണ്ട്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ചുട്ടുപൊള്ളിക്കുന്ന ഡാമിലെ ഒരു വേനൽക്കാല ദിവസം. ഹലോ, അതെ റാഫിയാണ്. ആരാണ്? 7 Arts മോഹനോ? എന്തിനാ 7 Arts മോഹനാക്കിയത്? ഡയറക്ടർ ജോഷിന്നോ പ്രിയദർശനെന്നോ പറഞ്ഞുകൂടായിരുന്നു? എടാ, നിന്റെയൊക്കെ ശബ്ദം കേട്ടാ എനിക്ക് മനസ്സിലാവൂലേ? ഫോൺ വെച്ചിട്ട് പോണം കോപ്പേ. ഒന്ന് നാട്ടുകാരൻ തന്നെ പണിയാണ്. ഇവനൊക്കെ തള്ളക്ക് വിളി കേട്ട് അടന്നു. അയ്യോ, മോഹൻ സാർ. മോഹൻ സാർ, നമസ്കാരം സാർ. സാറിനെ കുറിച്ച് ഞാൻ ഇപ്പം അങ്ങോട്ട് ഓർത്തതേ ഉള്ളൂ. സാറാണെന്ന് പറഞ്ഞ് ഏത് ഒരുത്തൻ വേറെ നമ്പർ എന്നെ വിളിച്ച് പറ്റിക്കാൻ നോക്കി സാർ. എന്താ സാർ? ഓ, അത് സാറായിരുന്നോ? ഓ, സാറിൻ്റെ പുതിയ നമ്പരോ? സോറി സാർ. പറഞ്ഞു സാർ. എത്താം സാർ. രാത്രി തന്നെ എത്താം സാർ. ഇല്ല സാർ, ഞാൻ എത്തി സാർ. ഇതിലെങ്കിലും എൻ്റെ ഡയലോഗ് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പടം കൂടെ ഒത്തുകിട്ടി. ഈ പടത്തിലെ വേഷം ഞാൻ ഒരു കലക്കം സ്വപ്നമൊരു ചാത്തി തലയിലത് താങ്ങിയൊരു പോക്കി ഉടയവനത്. അതെ ജാക്കി സാറേ, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ഒറ്റപ്പാലത്തിൽ വിടുക. അപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്കാരടാ. ഗോപിയോ സേവിച്ചിടാ വരും. ഇവനൊന്നും വേറെ പണിയില്ലേ? ഓരോരോ പ്രാന്ത്. ഞാൻ ഷൂട്ടിങ്ങിന് പോവാ. വീണ്ടും അയ്മുടിക്ക ഗോപിയെ കണ്ടോ? ആ പിള്ളയുടെ പിറകെ ബൈക്കിൽ പോകുന്ന കണ്ടു. എന്തിന്? വല്ലയിടത്തും വല്ല പട്ടാളക്കാസടത്തും കാണിച്ച് നിൽക്കുന്നുണ്ടാവും. ഓ, ഇവന്റെ ഒടുക്കത്തൊരു പോസ്റ്റോളം. कांची रे प्रीत मेरी सांझी, रुक जा न जा दिल तोड़ के। ओ कांची रे प्रीत मेरी सांझी, रुक जा न जा दिल तोड़ के। ओ ഗോപിയെ പാട്ട് പാടുമ്പോഴാണ് പുറയുന്നത്.
ഞാൻ വിളിച്ചെന്ന് വെച്ച് പുറകിൽ നിന്ന് വിളിച്ചാൽ താഴെ വീഴുന്നുണ്ടെങ്കിൽ താൻ തിരിഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കണം. അതെ, വെറുതെ ഡയലോഗ് അടിച്ചിരിക്കാൻ സമയമില്ല. നാളെ വെളുപ്പിന് എനിക്ക് ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് ഉള്ളതാ. ഉഗ്രം വേഷമാ. പോട്ടെ. പുറകിൽ നിന്ന് വിളിക്കല്ലേ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ. ഇവന്റെ ഒരു ഷൂട്ടിങ് സ്റ്റാർട്ടാകുന്നില്ലല്ലോ. റാഫേ പോകല്ലേ? ജോർജ്, ഞാൻ ഷൂട്ടിങ്ങിന് പോവാ. ഞാൻ എങ്ങോട്ടേലും പോകും. റാഫേ ഒന്ന് നിക്ക്. റാഫേ പിന്നെ കോപി, എനിക്ക് ഷൂട്ടിങ്ങിന് പോകേണ്ടതാ. ആണ്ടിൽ സംക്രാന്തിക്ക് ഒരു വേഷം ഒത്തു കിട്ടുന്നത് അറിയാവോ? എന്ന് പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടിക്കാരാ? എന്ന് ഞാനല്ല നിൽക്കുന്നത്. ഇന്ന് നീ സേവിച്ചിട്ട് നിൽക്ക. നൈറ്റ് ഡ്യൂട്ടിക്ക് എന്നെ കിട്ടില്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. എന്റെ സേവിച്ച സ്വന്തം ഭാര്യ എങ്ങനെ സംശയിച്ചാലോ? ഒറ്റ രാത്രി കൊണ്ട് അവരാരും കട്ടുകൊണ്ട് പോകില്ല. പിന്നെ ഞാനൊക്കെ ഇല്ല ഇവിടെ. ഓ, അപ്പൊ നീയും കിടക്കാ. ആരെ കാണിക്കാൻ നോക്കി വെക്കുക? കേറി പോടിയത്ത് ഒരു രക്ഷകം വന്നേക്കണു. അത് അങ്ങനെ ഒരു ജന്മം. അയ്യോ മോഹൻ സാർ, റാഫേ പോലെ പോലെ നിക്ക്. സമ്മതിക്കുകയില്ല. അതെ, കൃത്യസമയത്തിന് എന്നില്ലെങ്കിൽ ആ വേഷം വേറെ ആമ്പിള്ളേർ അഭിനയിക്കും. ഞാൻ അത്ര വലിയ നടന്നല്ലോ എന്റെ ഗോപി. നീ ഇത്രയും കാലത്ത് അഭിനയം കൊണ്ട് തെളിയിച്ചിട്ടുള്ള കാര്യം. എന്റെ അഭിനയത്തെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. നിനക്കില്ലാത്തൊരു കാര്യത്തെ പറ്റി ഞാൻ എന്താ അഭിപ്രായം പറയാനാ? പോയെ കുറ്റം പറയാൻ 100 പേരുണ്ട്. എന്നാ പിന്നെ ഇവനൊക്കെ ഒരു വേഷം മേടിച്ചു തരട്ടെ. അത്